വീടുകളിലൊക്കെ പ്രൊഫൈൽ സ്ട്രിപ്പ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു സ്ട്രിപ്പിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ഒരു പൊളി ട്രിക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓൾറെഡി ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പക്ഷേ എങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രം. ഞാൻ സുധി LED സെൻറ്ററിൽ നിന്നാണ് സംസാരിക്കുന്നത്. കൊല്ലത്താണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു സ്ട്രിപ്പ് 240 LED പെർ മീറ്റർ വരുന്ന സ്ട്രിപ്പാണ്. ഈ ഒരു സ്ട്രിപ്പിൻ്റെ ബ്രൈറ്റ്നസ് ഇപ്പോൾ വളരെ ലോ ആക്കിയാണ് വെച്ചിരിക്കുന്നത്. പതുക്കെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുമ്പോൾ എന്തായിരിക്കും ആ ഒരു എഫക്റ്റ് എന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത്രയും ഹൈ ബ്രൈറ്റുള്ള സ്ട്രിപ്പിൻ്റെ ബ്രൈറ്റ്നസ്സാണ് നമ്മുടെ ആവശ്യാനുസരണം കുറച്ച് വെച്ചിരുന്നത്. ഇനി ആ ബ്രൈറ്റ്നസ് ജസ്റ്റ് ഞാനൊന്ന് കുറച്ച് കാണിച്ചു തരാം. അപ്പോഴേക്കും നമുക്ക് നന്നായിട്ട് അതിൻ്റെ ബ്രൈറ്റ്നസ് കുറയുന്നത് അറിയാൻ കഴിയും. ഇത് എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കണക്ഷൻ എന്നും സ്പെസിഫിക്കേഷൻ എന്നും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഏതൊരു ലൈറ്റിൻ്റെയും ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് മനോഹരമായിട്ടുള്ള ഈ ഒരു ബോക്സിലാണ്. ഈ ഒരു ബോക്സിൽ വരുന്ന പ്രോഡക്റ്റുകൾ ദാണ്ട് ഈ കാണുന്ന തരത്തിലുള്ള ഒരു റിസീവിംഗ് യൂണിറ്റും ഈ കാണുന്ന റിമോട്ട് യൂണിറ്റുമാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഈ റിമോട്ടിൽ നമുക്ക് ബാറ്ററി ഇടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ ബാറ്ററി ലഭിക്കുന്നതല്ല. പിന്നീട് നമുക്ക് ബാറ്ററി വാങ്ങിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ 12 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ട് DC കൊടുക്കാവുന്നതാണ്. അത് നമ്മൾ കൊടുക്കേണ്ടുന്നത് ഒരു SMPSൻ്റെ സഹായത്തോടു കൂടിയാണ്. ഈ ഒരു SMPS 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്നതാണ്. നമ്മൾ എത്ര സ്ട്രിപ്പ് ഉപയോഗിക്കുന്നുണ്ടോ അതിനനുസരിച്ച് ആംബിയറുള്ള വാട്ട്സ് ഉള്ള ഒരു പവർ നൽകുന്ന ഒരു SMPS ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടുന്നത്. ഈ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 ചാനലാണ് കാണാൻ കഴിയുക. 3 നെഗറ്റീവ്, ഒരു പോസിറ്റീവ് കോമൺ വരും. അപ്പോൾ ഓരോ ചാനലിലും നമുക്ക് 6 ആംബിയർ വീതമാണ് ഇതിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 2 5 മീറ്റർ റോൾ സ്ട്രിപ്പാണ്. അത് ഞാൻ ചാനൽ 1ലും ചാനൽ 2ലുമായിട്ടാണ് നൽകിയിട്ടുള്ളത്. ചാനൽ 1ലേക്ക് ഒന്നിൻ്റെ നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. ചാനൽ 2ലേക്ക് അടുത്തതിൻ്റെ നെഗറ്റീവ്. രണ്ടെണ്ണത്തിൻ്റെയും കൂടെ പോസിറ്റീവ് കോമൺ ആക്കിയിട്ട് ഇവിടെ V+ എന്ന് പറയുന്ന പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു റിമോട്ട് വഴി ഇതിനെ നമുക്ക് ഓഫ് ആക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് ഓഫ് ആവുന്നതാണ്. വീണ്ടും ഓൺ ആക്കണമെങ്കിൽ ഈ പച്ചയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ആവും. ഈ ഓൺ ആയിരിക്കുന്ന സാഹചര്യത്തിൽ പവർ സപ്ലൈ ഓഫ് ചെയ്താലും ഏത് ബ്രൈറ്റ്നസ് സ്റ്റേജിലാണോ ഇത് നിൽക്കുന്നത് അതേ ബ്രൈറ്റ്നസ്സിൽ തന്നെയായിരിക്കും വീണ്ടും ഇത് ഓൺ ആവുന്നത്. നമുക്ക് പിന്നീട് ഇതിൻ്റെ നടുക്കത്തുള്ള ഇത് പ്രസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇത് ഹൈ ബ്രൈറ്റിലേക്ക് കൊണ്ടുവരാനും താഴത്തതിൽ പ്രസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇത് ലോ ബ്രൈറ്റിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. നമുക്ക് ഇടയിലുള്ള ഇൻറ്റൻസിറ്റി ഇതിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീലിൽ നമുക്ക് ടച്ച് ചെയ്തിട്ട് പതുക്കെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും ബ്രൈറ്റ്നസ് കുറയ്ക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ താഴെ ഐക്കൺ നൽകിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും ബ്രൈറ്റ്നസ് കുറയ്ക്കാനും പറ്റുന്നതാണ്. ഇങ്ങനെ ഏത് ഡിസൈഡ് ബ്രൈറ്റ്നസ്സിൽ വേണോ നമുക്കിതിനെ കൊണ്ടുവന്ന് നിർത്തി നമുക്കിത് വർക്ക് ചെയ്യിക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പം വീടുകളിലൊക്കെ ലൈറ്റ് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ് കൂടിപ്പോയി എന്നുള്ള ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളിൽ ബ്രൈറ്റ്നസ് കുറയ്ക്കേണ്ട ആവശ്യം വന്നാലോ നമുക്ക് ഈ ഒരു പൊളി പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് കൊറിയറായിട്ട് അയച്ചു തരാൻ കഴിയുന്നതാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.